ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് വന്നിട്ട് നിങ്ങളെ ജി സ്റ്റാറിൻ്റെ പുതിയ കുറേ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്താനാണ്. എന്തായാലും നമുക്കിതൊന്ന് ഓരോന്നായിട്ടൊന്ന് ചെക്ക് ചെയ്യാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യം നമുക്കൊരു ക്ലാസ് ഡി ബോർഡ് പരിചയപ്പെടാം. ഇപ്പോൾ ക്ലാസ് ABയെല്ലാം ക്ലാസ് ഡി ആണ് മാർക്കറ്റിൽ നല്ല ട്രെൻഡിങ് ആയിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ പല കമ്പനിയുടെ പല ടൈപ്പിലുള്ള ക്ലാസ് ഡി ബോർഡുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ജി സ്റ്റാറിൻ്റെ അവരുടെ ഒരു പുതിയൊരു 872 എന്ന് പറയുന്ന ഒരു ക്ലാസ് ഡി ബോർഡാണ്. ഒരു പ്രീമിയം ക്വാളിറ്റി ഡിസൈനിങ്ങിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു 50+50 ഒരു 100 വാട്ട്സ് ഓഡിയോ ഔട്ട് എടുക്കാൻ പറ്റുന്ന ഒരു 2.1ൻ്റെ ബോർഡാണ്. ഒരു 2.1 ആകുമ്പോൾ ചെയ്യുന്നവർക്ക് ഉപകാരമായിട്ടുള്ള ഒരു നല്ലൊരു മൊഡ്യൂളാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന PCB ആണെങ്കിലും കമ്പോണൻസ്, IC, ഹീറ്റ് സിങ്ക് എല്ലാം നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ തന്നെ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ബോർഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് 24 വോൾട്ടേജ് DC-യിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എല്ലാം ഞാൻ വീഡിയോയുടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മുടെ വെബ്സൈറ്റായ www.dinosaur.com അതല്ലാതെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടും ഇത് മേടിക്കാവുന്നതേ ഉള്ളൂ. 870 എന്ന് പറയുന്ന അടുത്തൊരു ബോർഡാണ് പരിചയപ്പെടുന്നത്. കണ്ടില്ലേ, ഇതും ഒരു 2.1 ബോർഡാണ്. പക്ഷേ നമ്മൾ ഇതിനു മുമ്പ് റിവ്യൂ ചെയ്തതിനേക്കാളും കുറച്ചും കൂടെ ഒരു വലിയൊരു ഡിസൈനിങ്ങിലാണ്, വലിയൊരു ബോർഡിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, പക്കാ ഒരു പ്രീമിയം ക്വാളിറ്റി തന്നെ ഇതും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു PCBയിലാണ് ഇതിൻ്റെ കമ്പോണൻസ് എല്ലാം അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അത് എടുത്തു പറയേണ്ടത് ഫ്രണ്ട് റൈറ്റ് ലെഫ്റ്റിനും ഒരു സ്പീക്കർ സോക്കറ്റ് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സബിനായിട്ട് സെപ്പറേറ്റ് ഒരു കണക്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ പാനൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനിങ് ആണ് ഇതിൻ്റെ അകത്ത് അവർ കൊടുത്തിരിക്കുന്നത്. ഇനി 24 വോൾട്ടേജ് ആണ് നമുക്ക് ഇതിലേക്ക് കൊടുക്കേണ്ടത്. ഇതിൻ്റെ അകത്ത് ഓഡിയോ ഔട്ട് വരുന്നത് 50 വാട്ട്സിലാണ്. ഫ്രണ്ട് റൈറ്റ് 50 വാട്ട്സും സബിന് 100 വാട്ട്സും സെയിം തന്നെയാണ്. അത്യാവശ്യം കുറച്ചൊരു സൈസിൽ ഡിഫറെൻ്റ് ഒരു ഡിസൈനിങ് ആണ് മറ്റേ പഴയ ബോർഡുമായിട്ട് ഒരു വ്യത്യാസം എന്ന് പറയാനുള്ളൂ. ക്ലാസ് ഡിയിലാകുമ്പോൾ തന്നെ നമുക്കൊരു 50 വാട്ട്സ് എന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതേപോലെ ചെറിയ ബോർഡ് ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഔട്ടായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസും ഞാൻ ഇതിൻ്റെ സൈഡിൽ തന്നെ കൊടുക്കാം. നിങ്ങളത് പർച്ചേസ് ചെയ്യുക. വാട്സപ്പ് ത്രൂ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇട്ട് മേടിക്കാവുന്നതേ ഉള്ളൂ. അടുത്തൊരു ബോർഡ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ക്ലാസ് ഡിയുടെ ഒരു 5.1 ബോർഡാണ്. അതായത് 5.1 ആംപ്ലിഫയർ ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രീമിയം ക്വാളിറ്റി വരുന്ന ഒരു ബോർഡ്. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കൊരു 5.1 ആംപ്ലിഫയർ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത്. ഇതും അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു PCBയിലാണ് ഇവർ കമ്പോണൻസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത്രയും വലിയ IC ആയതുകൊണ്ട് തന്നെ ഹെവി ആയിട്ടുള്ള ഒരു ഹീറ്റ് സിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ടത് 6 ചാനലിൻ്റെ ഗെയിൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് ചില ചാനൽ നമുക്ക് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഇവിടെ കൺട്രോളുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് 5 ചാനലിന് 50 വാട്ട്സും സബിന് 100 വാട്ട്സും കിട്ടുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് DC 24 വോൾട്ടേജ് ആണ് ഇതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ്. അപ്പോൾ ഓരോ ചാനലിന് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ സ്പീക്കർ ഔട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ 6 ചാനൽ ഓഡിയോ ഇൻപുട്ട് കൊടുക്കേണ്ടത് ഇവിടെയാണ്. ഒരു 5.1 ആംപ്ലിഫയർ ഒക്കെ ഒരു ഈസി ആയിട്ടും സിമ്പിളായിട്ടൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇതേപോലെയുള്ള ബോർഡുകൾ വെച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കൊടുക്കാം. 888 എന്ന് പറയുന്ന ഒരു 5.1 DSP റിമോട്ട് കിറ്റാണ്. അവരുടെ പല റിമോട്ട് കിറ്റുകൾ നിങ്ങൾ കണ്ടു കാണും. അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനിങ് കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. അതായത് അവരുടെ ഒരു 5.1ൻ്റെ ഒരു ഡീകോഡർ നിങ്ങൾ കണ്ടു കാണും. അതിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് തന്നെ അതിനൊരു ഡിസ്പ്ലേയിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ആണിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ശരിക്കും ഇത്രയും ഒരു പോർഷൻ 5.1ൻ്റെ ഡീകോഡിംഗ് ബോർഡാണ്. അതിനെ ഒരു ഡിസ്പ്ലേയും കൂടി ആഡ് ചെയ്തിട്ട് അവർ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് ഒരു USB, ബ്ലൂടൂത്ത്, ഓക്സ്, ഇൻപുട്ട്, ഒപ്റ്റിക്കൽ ഇൻപുട്ട്, കോയാക്സിൽ ഓക്സ് ഇത്രയും ഇൻപുട്ടുകൾ കൊടുത്തിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ ഒരു 5.1 ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ് എല്ലാം വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ളൊരു റിമോട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു ബാക്ക് പാനൽ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കണക്ടർ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. പിന്നെ എൻകോഡർ
ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ 5.1-ന്റെ ഡീകോഡിങ്ങിൻ്റെ അകത്ത് വരുന്നത്. അതായത് നമുക്കൊരു ഡോൾബി DTS ഒക്കെ ഡീകോഡ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ബോർഡ് തന്നെയാണ്. അപ്പം ഇന്ന് കാണിച്ച എല്ലാ പ്രൊഡക്റ്റുകളും നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടും മേടിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത് സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ സന്ദീപ്.